ഹായ്, എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. സത്യഭാമ ചോദിക്കുകയാണ്, അപ്പോൾ ശാരദാമ്മയുടേതാണോ ഈ കടയും വീടുമൊക്കെ? അതെന്ന് പറയുകയാണ് ശാരദാമ്മ. അപ്പോഴേക്കും ശ്യാമയും ശാന്തയും ഒക്കെ അങ്ങോട്ടത്തേക്ക് എത്തുകയാണ്. ഓ, അത് ശരി. ഏതായാലും നമ്മൾ തമ്മിൽ ഒരു പരിചയപ്പെടലിന്റെ ആവശ്യം ഇല്ലല്ലോ. ഇനി ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം പറയാം. പണം കൊടുക്കൽ മാത്രമല്ല, അത്യാവശ്യം തർക്കങ്ങൾ ഒത്തുതീർക്കുന്ന ഏർപ്പാടും എനിക്കുണ്ട്. അല്ല, അതങ്ങനെ തലയിൽ വന്ന് പെട്ടുപോയതാണ്. കൊടുത്ത പണം പിരിച്ചെടുക്കാൻ എനിക്ക് പോലീസിനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാര് കൂടെ വേണം. അങ്ങനെ കുറെ പേര് ഞാൻ എന്റെ ഇടവും വലവും വച്ചിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. അതിന് മുന്നിൽ നിൽക്കുന്നത് എന്റെ മോൻ തന്നെയാണ്. അവർ നീതിക്ക് വേണ്ടി നീങ്ങുമ്പോൾ ചിലർക്ക് എന്നെ കോടതിയെ പോലെ വിശ്വാസമാണ്. സത്യഭാമ അനീതി ചെയ്യില്ല എന്ന്. അതിന് ഞാൻ എന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, മുഴുവൻ പറഞ്ഞോട്ടെ ശാരദാമ്മേ. കുറച്ചു നാൾ മുൻപ് എന്റെ മുൻപിൽ ഒരു പരാതിക്കാരൻ വന്നിരുന്നു. അവരുടെ വീടും സ്ഥലവും ഒക്കെ കയ്യേറി കുറെ ഗുണ്ടകൾ താമസിക്കുകയാണെന്നും പറഞ്ഞ് അത് ഒഴിപ്പിച്ചു കൊടുക്കാമെന്ന് ഞാൻ അവരോട് വാക്കും പറഞ്ഞതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് വൈകി. ഇപ്പോൾ പരാതിക്കാരന്റെ ഭാര്യ എന്റെ മുൻപിൽ വീണ്ടും വന്നിരിക്കുകയാണ്. നീതി നടപ്പിലാക്കി തരണം എന്നും പറഞ്ഞ്. ഇനി അക്കാര്യം വൈകിപ്പിക്കാൻ പറ്റില്ല എന്ന് കരുതിയാണ് ഞാൻ വന്നത്. ഇതൊക്കെ സമ്മതിച്ച് തലകുലുക്കുകയാണ് ശാരദാമ്മ. പരാതിക്കാരി എന്റെ കൂടെ വന്നിട്ടുണ്ട്, ഞാൻ വിളിക്കാം. അന്നേരം സത്യഭാമ കാറിലേക്ക് നോക്കി വരൂ എന്ന് വിളിക്കുകയാണ്. അതേസമയം ഡോർ തുറന്ന് ഇറങ്ങുകയാണ് രാജേശ്വരി. രാജേശ്വരിയെ കണ്ട് ആകെ പരിഭ്രമിക്കുകയാണ് ശാരദാമ്മയും ശാരികയും ശാന്തയും ഒക്കെ. സത്യഭാമ പറയുകയാണ്, ഇത് രാജേശ്വരി. ഇപ്പോൾ ശാരദാമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമല്ലോ അല്ലേ? ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, ഇവൾ എന്റെ ഭർത്താവിനെ തട്ടിയെടുത്ത ഈ സ്ത്രീയോട് ഞാൻ പറഞ്ഞതാണ്, ഞാനോ മക്കളോ എവിടേക്കും ഒഴിഞ്ഞു പോകാൻ പോണില്ല എന്ന്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വിസ്താരവും വിധി പറച്ചിലുമൊക്കെ? രാജേശ്വരി പറയുകയാണ്, തട്ടിപ്പറിച്ചുകൊണ്ട് പോയതാണോ അതോ ഉപേക്ഷിച്ചതാണോ എന്നുള്ളത് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം ശാരദേ. അത് കേട്ട് സത്യഭാമ ചോദിക്കുകയാണ്, നാട്ടുകാർക്കറിയാം, പക്ഷേ എനിക്കറിയില്ല. നിങ്ങളുടെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയായിരുന്നു അല്ലേ ഈ ശാരദ? ഈ നിൽക്കുന്ന ശാരദാമ്മ. അക്കാര്യം ഗോപാലകൃഷ്ണൻ എന്നോട് പറഞ്ഞില്ലല്ലോ. രാജേശ്വരി പറയുകയാണ്, അത് 10-15 വർഷം മുൻപുള്ള കാര്യമാണ്. ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത ഇവരെ ഉപേക്ഷിച്ച് ഗോപാലേട്ടൻ എന്നെ കല്യാണം കഴിച്ചു. 3 മക്കൾ ജനിച്ച ശേഷം എന്ന് ചോദിക്കുകയാണ് സത്യഭാമ. അതേന്ന് രാജേശ്വരി പറയുമ്പോൾ, ആണോ ശാരദാമ്മ എന്ന് ചോദിക്കുകയാണ് സത്യഭാമ. ഉത്തരമില്ലാതെ ശാരദാമ്മ തല ഉഞ്ചു നിൽക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, ഓ അത് ശരി. ഒരു സ്ത്രീയിൽ നിന്നും വിവാഹമോചനം നേടാതെ അവർ ജീവിച്ചിരിക്കെ മറ്റൊരു സ്ത്രീയെ കഴുത്തിൽ താലി കെട്ടുന്നതിന് നിയമസാധ്യതയില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? ഉത്തരമില്ലാതെ രാജേശ്വരി നിൽക്കുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, എന്താ രാജേശ്വരി ആ ബന്ധത്തിന്റെ പേര്? സത്യഭാമയുടെ ആ ചോദ്യം കേട്ട് വിജയഭാവത്തോടു കൂടി ഒന്ന് ചിരിക്കുകയാണ് രാജേശ്വരിയും ശാരദാമ്മയും ശാരികയും. ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുകയാണ്, അതൊന്നും സത്യഭാമ അന്വേഷിക്കണമെന്നില്ല. ഏൽപ്പിച്ച ജോലി ചെയ്താൽ മതി പ്ലീസ്. തിരിച്ചടിയായി സത്യഭാമ പറയുകയാണ്, സത്യഭാമ അന്വേഷിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ച് നിങ്ങൾ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ സത്യഭാമയും കൂട്ടരും നിങ്ങളുടെ ഗുണ്ടാപ്പണിക്കാരല്ല. നീതിക്ക് വേണ്ടി മാത്രം മധ്യസ്ഥത നിൽക്കുന്ന ആളാണ് ഈ ഞാൻ. അങ്ങനെയാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ പേരിലുള്ള ഈ ഭൂമിയിൽ കയറി താമസിക്കാൻ ഇവർക്ക് എന്താ അവകാശമെന്ന് ചോദിക്ക്. ഇതിനെവിടെയാണ് നീതിയും ന്യായവും ഉള്ളത്? സത്യഭാമ പറയുകയാണ്, ഭർത്താവ് എന്നുള്ളത് തിരുത്തണം ഗോപാലകൃഷ്ണൻ, അത്രയും മതി. മനസ്സിലായോ? ഏതായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വീടിന്റെ ആധാരം ഗോപാലകൃഷ്ണന്റെ പേരിലാണ്. അതിൽ അവകാശിയായി വെച്ചിരിക്കുന്നത് ശാരദാമ്മയാണ്. അത് അയാളുടെ ഭാര്യയും. അപ്പോൾ പിന്നെ അത് ചോദിക്കാനും ആ ഭാര്യയെയും മക്കളെയും ഇവിടെ നിന്ന് ഇറക്കിവിടാനും രാജേശ്വരിക്ക് എന്താണ് അവകാശം? അതെനിക്ക് മനസ്സിലാകുന്നില്ല. രാജേശ്വരി പറയുകയാണ്, ശരി, സമ്മതിച്ചു, എന്നെ വിട്ടേക്ക്. ഗോപാലേട്ടന് ചോദിക്കാമല്ലോ, അത് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. സത്യഭാമ പറയുകയാണ്, അതിനൊരു ന്യായം ഉണ്ട് ശാരദാമ്മേ. ആധാരത്തിലെ അവകാശിയെ ഏത് സമയത്ത് വേണമെങ്കിലും ഗോപാലകൃഷ്ണന് മാറ്റാം. അത് ഭാര്യയാകണമെന്ന് നിർബന്ധമില്ല. അത് കേട്ട് രാജേശ്വരി ചിരിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, മാറ്റാം, അത് ഏത് സമയം മാറ്റും എന്നും എനിക്കറിയാം. ഒറ്റ രാത്രി കൊണ്ട് ഒരു താലിച്ചരട് ഒരു പെണ്ണിന്റെ കഴുത്തിൽ നിന്നും മറ്റൊരു പെണ്ണിന്റെ കഴുത്തിലേക്ക് മാറ്റിക്കെട്ടാൻ കഴിയുന്ന ഒരാൾക്കാണോ ഒരു പേര് മാറ്റാൻ പ്രയാസം? സത്യാമ്മ ഒന്ന് മനസ്സിലാക്കണം, ഈ കാണുന്ന പോലെയൊന്നും ആയിരുന്നില്ല ഈ വീട്. പകൽ സമയത്ത് പോലും മരപ്പെട്ടിയും പാമ്പും ഒക്കെ താവളം അടിച്ച് ഓടുപൊളിഞ്ഞ ഒരു കെട്ടിടം. നല്ലൊരു മഴ പെയ്താൽ പാതി ചോർന്നൊലിക്കും. അതാണ് പറക്കമറ്റാത്ത 3 പെൺമക്കളെ തന്നിട്ട് പോകുമ്പോൾ എന്റെ ഭർത്താവ് എനിക്ക് തന്ന ഇഷ്ടദാനം. ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഈ വീട്ടുവളപ്പിൽ തന്നെ
ആദ്യം ഒരു ഓലപ്പുര ഞങ്ങൾ തല്ലിക്കൂട്ടി. അതായിരുന്നു ആദ്യത്തെ കുടുംബശ്രീ ഹോട്ടൽ. അതിൽ ഞാനും എന്റെ കുഞ്ഞുങ്ങളും രാപ്പകൽ നാട്ടുകാർക്ക് അരിയാട്ടിയും നാട്ടിയും ഒക്കെ കെട്ടിപ്പൊക്കിയതാണ് ഇപ്പോഴത്തെ ഈ കുടുംബശ്രീ ഹോട്ടൽ. ഇതിന്റെ ഓരോ കല്ലിലുമുണ്ട് ഞങ്ങളുടെയൊക്കെ ചോരയും വിയർപ്പും കണ്ണീരും ഒക്കെ. ഒടുവിൽ ബലമുള്ള കഴുക്കോലും ഓടും ഒക്കെ ആയപ്പോൾ ഇവർക്കിത് സ്വന്തമായിട്ട് വേണം എന്നായി. ഇന്നലെ വരെ ഞാനും എന്റെ കുഞ്ഞുങ്ങളും കിടന്നുറങ്ങിയ കട്ടിൽ എന്റെ ഭർത്താവിനൊപ്പം മറ്റൊരു പെണ്ണിന് ജീവിക്കണം. സമ്മതിക്കില്ല രാജേശ്വരി. ഞാൻ എന്റെ കൊക്കിൽ ഉള്ളിടത്തോളം കാലം ഇത് നടക്കില്ല. ഇത് കേട്ട് രാജേശ്വരി പറയുകയാണ്, വെറുതെ അല്ലല്ലോ, 10 ലക്ഷം രൂപ എണ്ണി കയ്യിൽ വെച്ച് തന്നിട്ടല്ലേ, അതെന്തിനാ നിങ്ങൾ വിഴുങ്ങിക്കളഞ്ഞത്? ഇത് കേട്ട് സത്യഭാമ പറയുകയാണ്, മതി മതി, ഒരു തർക്കത്തിനോ വാഗ്വാദത്തിനോ അല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു തീർപ്പുണ്ടാക്കാനാണ്. ആ 10 ലക്ഷം രൂപയാണ് ശാരദാമ്മ പറഞ്ഞല്ലോ കള്ളം കൊണ്ടുപോയെന്ന്. അത് ഇവര് പറഞ്ഞതല്ലേ. പണം സൂക്ഷിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വമാണ്. ആ കടം വീട്ടാനാണ് ശാരദാമ്മ അന്ന് കാശ് ചോദിച്ച് എന്റെ അടുത്തേക്ക് വന്നത്. ഞാൻ പണം തരാമെന്ന് പറഞ്ഞിട്ടും ശാരദാമ്മ എന്താ അത് വാങ്ങാതെ പോയത്? അന്നേരം ശാരദാമ്മ പറയുകയാണ്, അത് ഞാൻ എങ്ങനെയെങ്കിലും വീട്ടാമെന്ന് കരുതി. ഇത് കേട്ട് രാജേശ്വരി പറയുകയാണ്, പച്ചക്കള്ളം. നമ്മുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഇവിടെ തന്നെ പറ്റിക്കൂടാൻ. ഇതൊക്കെ കേട്ടിട്ട് സത്യഭാമ പറയുകയാണ്, ശരി, എല്ലാം കേട്ടിട്ട് ഇതിനൊരു തീർപ്പ് ഞാൻ പറയാൻ പോവുകയാണ്. വ്യവസ്ഥകൾ ഞാൻ പറയാം. തീർപ്പ് രാജേശ്വരിക്ക് അനുകൂലമാക്കണമെങ്കിൽ ശാരദാമ്മയും മക്കളും ഇവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കണം. ഇത് കേട്ട് സന്തോഷിക്കുകയാണ് രാജേശ്വരി. വെറുതെയല്ല, 10 സെന്റ് പുരയിടം വാങ്ങി 4 ആൾക്ക് താമസിക്കാനുള്ള നല്ലൊരു വീട് ഗോപാലകൃഷ്ണൻ ഇവർക്ക് പണിതു കൊടുക്കേണ്ടി വരും. അത് കേട്ട് ശാരദാമ്മ ആശ്വസിക്കുമ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ്, അത് മനസ്സിലായില്ല, അതെന്ത് നിയമമാണ്? അതാണ് ന്യായം രാജേശ്വരി. നിങ്ങളുടെ 10 ലക്ഷത്തിന് മാത്രമല്ല ഇവരുടെ അധ്വാനത്തിനും വിലയുണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. അഥവാ ശാരദാമ്മയ്ക്ക് അനുകൂലമാണ് തീർപ്പെങ്കിൽ രാജേശ്വരി ഒരക്ഷരം മിണ്ടാതെ പടിയിറങ്ങണം. മേലിൽ ഈ അമ്മയെയോ മക്കളെയോ ശല്യപ്പെടുത്താൻ പാടില്ല. 10 ലക്ഷം രൂപ ഇവര് പണിയെടുത്ത് വീട്ടിക്കോളും. എന്താ ശാരദാമ്മേ, സമ്മതമാണോ നിങ്ങൾക്ക്? അന്നേരം അകത്തു നിന്ന് ശാലിനി പറയുകയാണ്, സമ്മതമല്ല. പുറത്തേക്ക് ഇറങ്ങി വരുന്ന ശാലിനിയെ ദേഷ്യത്തോടെ നോക്കുകയാണ് സത്യഭാമ. അന്ന് അമ്പലത്തിൽ വെച്ചുണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അന്നേരം സത്യഭാമ. ശാലിനിയെ കണ്ട് നീയോന്ന് ചോദിക്കുകയാണ് സത്യഭാമ. അന്നേരം ശാലിനി പറയുകയാണ്, അതെ, ശാരദാമ്മയുടെ 2ാമത്തെ മകൾ ശാലിനി. ഓഹോ, അത് ശരി. ഇത്രയും കേമിയായ ഒരു മകൾ ഉണ്ടായിട്ടാണോ തർക്കം തീർപ്പാക്കാനും പണത്തിനുമൊക്കെ ശാരദാമ്മയ്ക്ക് എന്നെ അന്വേഷിക്കേണ്ടി വന്നത്? അത് കേട്ട് ശാലിനി ചോദിക്കുകയാണ്, അതിന് ആരാവശ്യപ്പെട്ടു സഹായം? 10 ലക്ഷം രൂപ ചോദിച്ച് അമ്മ എങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ അത് ഞാൻ അറിയാതെയാണ്. ഇപ്പോഴാണ് ഇവിടെ നടന്ന രാമായണം മുഴുവൻ ഞാൻ കേട്ടത്. മോളെന്ന് വിളിച്ച് ശാരദാമ്മ ശാലിനിയുടെ കയ്യിൽ പിടിക്കുമ്പോൾ കൈ തട്ടിമാറ്റിയിട്ട് ശാലിനി പറയുകയാണ്, അമ്മയും ചേച്ചിയും ഒരക്ഷരം മിണ്ടരുത്. അതെ, ഇതുപോലെയുള്ള വിഷജന്തുക്കളെ ഈ വീട്ടുമുറ്റത്ത് കയറ്റാതിരിക്കണമെങ്കിൽ ശാലിനിക്ക് ഒരു ബ്ലേഡ് സത്യഭാമയുടെ ആവശ്യമില്ല എന്ന് രാജേശ്വരിയെ ചൂണ്ടി പറയുകയാണ് ശാലിനി. പുകയില കഷായവും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ഒരു മിശ്രിതം, അത്രയും ധാരാളമാണ്. ദേഷ്യപ്പെട്ട് സത്യഭാമ ചോദിക്കുകയാണ്, ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് അറിയാമോ നിനക്ക്? നന്നായിട്ടറിയാം. പാവപ്പെട്ടവരുടെ പലിശ പണത്തിന്റെ പേര് പറഞ്ഞ് അവരുടെ ചോരയും നീരും വരെ ഊറ്റിക്കുടിച്ച് കൊഴുത്ത് തടിച്ച ഈ സമൂഹത്തിലെ ഒരു ക്യാൻസറിനോട്. ഇതൊക്കെ കേട്ട് പരിഭ്രമിച്ച ശാരദാമ്മ നിൽക്കുമ്പോൾ സന്തോഷിച്ചു നിൽക്കുകയാണ് രാജേശ്വരി. അതിനുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ. താമസിയാതെ അറിയും നിങ്ങൾ. അല്ല, മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാന്നാണ് നിങ്ങളുടെ വിചാരം? പോലീസോ കോടതിയോ അതോ പഴയ നാട്ടുരാജാവാണോ? ഭരിച്ചു മുടിക്കുന്ന മഹാറാണി എന്ന് പറയുമ്പോൾ എടി നീ എന്നും പറഞ്ഞ് ശാലിനിക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ് സത്യഭാമ. അതിനെ എതിർത്ത് മിണ്ടരുതെന്നും പറഞ്ഞ് ശാലിനിയും കൈ ചൂണ്ടുകയാണ് സത്യഭാമയ്ക്കെതിരെ. ആദ്യം പോയി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട് നന്നാക്ക്. സ്വന്തം മക്കളുടെ സന്തോഷത്തിന് വിലങ്ങുതടിയാകാതെ അവരെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാൻ നോക്ക്. അത് കഴിഞ്ഞു മതി നാട് നന്നാക്കൽ. അത് പറയാൻ നീ ആരാടി? ഞാൻ ആരുമല്ല. അത് പറയാൻ ഞാൻ നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് കയറി വന്നിട്ടില്ല. നിങ്ങൾ എന്റെ വീട്ടുമുറ്റത്ത് നിന്നാണ് ഈ സംസാരിച്ചത് മുഴുവൻ. ശാരദാമ്മ ഇപ്പോഴും കരമടച്ചുകൊണ്ടിരിക്കുന്ന ഈ പുരയിടത്തിൽ നിങ്ങളെ എന്റെ വീട്ടുകാര്യത്തിൽ ഇടപെട്ടാൽ ഞാനും നിങ്ങളുടെ വീട്ടുകാര്യത്തിൽ ഇടപെടും. അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങണം ഇവിടുന്ന് ഈ നിമിഷം. ഒരടി മുന്നോട്ട് നടന്ന് ശാലിനിയുടെ അടുത്തേക്ക് എത്തിയ ശേഷം സത്യഭാമ പറയുകയാണ്, ഇത് 2ാമത്തെ തവണയാണ് നീ സത്യഭാമയ്ക്കെതിര് പറയുന്നത്. 2 വട്ടമല്ല, ഇനിയും തിരിച്ചടികൾ വരുന്നുണ്ട് സത്യഭാമേ. ഒന്നിനു പിന്നാലെ ഒന്നായി തിന്നാൻ തയ്യാറായിട്ടിരുന്നോ? അത് കഴിഞ്ഞു വേണം നമുക്കൊന്ന് വിശദമായിട്ട് ഇരിക്കാൻ. സത്യഭാമ പറയുകയാണ്, ശരി, കാണാം നമുക്ക്.
അതിനുശേഷം ശാരദാമ്മയുടെ അടുത്തേക്ക് ചെന്ന് സത്യഭാമ പറയുകയാണ്, ശാരദാമ്മേ, നിങ്ങൾ ജീവിതത്തിൽ 2 തെറ്റുകളെ ചെയ്തിട്ടുള്ളൂ. ആദ്യത്തേത് ഗോപാലകൃഷ്ണനെ കല്യാണം കഴിച്ചത്, രണ്ടാമത്തേത് ഈ അസുരവിത്തിനെ പ്രസവിച്ചത് എന്ന് ശാലിനിയെ ചൂണ്ടി പറയുകയാണ് സത്യഭാമ. രണ്ടിന്റെയും ഫലം നിങ്ങൾ അനുഭവിക്കും ഉടൻ തന്നെ. രാജേശ്വരി വാ എന്നും പറഞ്ഞ് രാജേശ്വരിയും കൂട്ടി കാറിലേക്ക് കയറാൻ ഒരുങ്ങുകയാണ് സത്യഭാമ. അന്നേരമാണ് അർജുന്റെ വണ്ടി കുടുംബശ്രീ ഹോട്ടലിലേക്ക് വരുന്നത്. വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന അർജുൻ സത്യഭാമയെ കാണുകയാണ്. സത്യഭാമ കാണുക തന്നെ ശാലിനി അർജുനോട് ചെന്ന് സംസാരിക്കുകയാണ്. അർജുനെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് സത്യഭാമ കരുതുകയാണ്, ഇവനാണല്ലേ എല്ലാത്തിനും പിന്നിൽ. അതിനുശേഷം വണ്ടിയിൽ കയറി അവിടെ നിന്നും പോവുകയാണ് സത്യഭാമ. അർജുനേട്ടൻ വന്നേ, വാ പറയാന്നും പറഞ്ഞ് അർജുനെ വിളിക്കുകയാണ് ശാലിനി. ശാരിക ശാരദാമ്മയോട് പറയുകയാണ്, ശാലിനി എല്ലാം അറിഞ്ഞല്ലോ അമ്മേ. എനിക്കറിയില്ല മോളെ, ഇനി എന്തൊക്കെ പുകിലുകളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്. അന്നേരം അർജുനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് ശാലിനി. അർജുൻ പറയുകയാണ്, താൻ പറഞ്ഞ സംഭവങ്ങളിൽ ഒരു പൊരുത്തക്കേടുണ്ട് ശാലിനി. ശാരദാമ്മയുടെ കയ്യിലെ കവറിൽ 10 ലക്ഷം രൂപയുണ്ടെന്ന് ബൈക്കിൽ വന്ന കള്ളൻ എങ്ങനെ കൃത്യമായി അറിഞ്ഞു? അതാണ് എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത പൊരുത്തക്കേട്. ശാലിനി പറയുകയാണ്, അത് എളുപ്പമല്ലേ. ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ ബാലചന്ദ്രൻ, 2 പേരിൽ ഒരാളാണ് ആ കള്ളനെങ്കിലോ? അല്ലെങ്കിൽ അവർ തന്നെ ഏർപ്പാട് ചെയ്ത ഒരു മൂന്നാമൻ. അതൊരു പോസിബിലിറ്റിയാണ്. ദാറ്റ്സ് ടു ക്ലവർ. അത് കേട്ട് ശാലിനി പറയുകയാണ്, വെറും ക്ലവർ അല്ല, കുരുട്ടുബുദ്ധി. അവരത് ചെയ്യും. പണം തന്നവർ തന്നെ അപഹരിക്കും. അവരുടെ കയ്യിൽ നിന്നും ഒരു ചില്ലിക്കാശ് നഷ്ടമാവുകയുമില്ല. നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് കടക്കാരാവുകയും ചെയ്യും. ചുളുവിൽ ഈ വീടും കടയും സ്വന്തമാക്കാനുള്ള ഗൂഢപദ്ധതിയാണ് അത്. ഇതിനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അർജുനേട്ട. നമ്മൾ അടങ്ങിയിരിക്കുമ്പോഴും അവർ പിന്നിൽ നിന്ന് കളിക്കുകയാണ്. ശരി, ഞാൻ എന്ത് വേണമെന്നാണ് ശാലിനി പറയുന്നത്? ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതുപോലെ വെറും നോട്ടീസിൽ ഒതുങ്ങിയാൽ പോരാ. പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുക തന്നെ വേണം ആ ഗോപാലകൃഷ്ണനും രാജേശ്വരിയും. ജയിലിൽ പോണം രണ്ടാളും. അന്നേരം അവിടേക്ക് വന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്, എന്തിനുള്ള ഒരുക്കമാണ് എന്റെ മോൾ ഇവിടെ? അമ്മയ്ക്ക് മലയാളം മനസ്സിലാകില്ലേ? ഗോപാലകൃഷ്ണനും കുടുംബത്തിനുമെതിരെ നമ്മൾ കേസ് കൊടുക്കാൻ പോകുന്നു, ജയിലിലടയ്ക്കാൻ. അതിനുള്ള ഗ്രൗണ്ട്സ് ഉണ്ട് ശാരദാമ്മേ. ഭീഷണി, കുടിയൊഴിപ്പിക്കൽ, ഗുണ്ടായിസം, അങ്ങനെ വകുപ്പുകൾ നിരവധിയുണ്ട്. ഈ കേസിന്റെ പേരിൽ നിങ്ങളുടെ സ്ഥലത്തിനോ കെട്ടിടങ്ങൾക്കോ എന്തെങ്കിലും ഭീഷണി ഉണ്ടാകും എന്നുള്ള ഭയം അത് വേണ്ട. ലീഗലി ശാരദാമ്മയെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഗോപാലകൃഷ്ണൻ. അങ്ങനെയുള്ളപ്പോൾ മറ്റൊരു മാരേജ് അത് അസാധുവാണ്. അതൊക്കെ ആരോപിച്ച് ശാരദാമ്മയ്ക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് കേസ് കൂടി ഫയൽ ചെയ്യാം. അപ്പോൾ ഒരു കനത്ത തുക ജീവനാംശമായി ശാരദാമ്മയ്ക്ക് തരേണ്ടി വരും അയാൾക്ക്. മാത്രവുമല്ല, ഈ ഭൂമിയെ പറ്റി ശാരദാമ്മയ്ക്ക് എന്തിനാണ് ഇത്ര പേടി? വിവാഹ സമയത്ത് ശാരദാമ്മയ്ക്ക് സ്വന്തം വീട്ടിൽ നിന്നും ഓഹരിയായി കിട്ടിയതല്ലേ ഈ ഭൂമി. അത് സ്ത്രീധനമായി കൊടുത്തു എന്നല്ലേ ഉള്ളൂ. അത്രയുമൊക്കെ അർജുൻ പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലായില്ലേ അത്? ഗോപാലകൃഷ്ണന് കോടതി വരാന്തയിൽ നിന്നും ഇറങ്ങാൻ ഇനി സമയമുണ്ടാകില്ല എന്ന്. ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, ഒന്നും വേണ്ട, ഒരു കേസും വേണ്ടേ? എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണ് ശാലിനി. ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും എന്തുകൊണ്ട് കേസ് വേണ്ട? അർജുനേട്ട, ഈ കേസിൽ എനിക്കിനി ആരുടെയും സമ്മതം ആവശ്യമില്ല. നമ്മളിത് പ്രൊസീഡ് ചെയ്യുന്നു. അഴിയെണ്ണണം അയാൾ ഉടനെ തന്നെ. ശാരദാമ്മ ചോദിക്കുകയാണ്, നിന്റെ അമ്മയെ നിനക്ക് ജീവനോടെ കാണണ്ട എന്നാണോ നിന്റെ തീരുമാനം? അമ്മയെന്ന് ശാലിനി വിളിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ഈ കേസുമായി നിങ്ങൾ മുൻപോട്ട് പോയാൽ ഈ ശാരദ പിന്നെ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാകില്ല. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ശാരദാമ്മ. ശാലിനി എന്താ ഇതൊക്കെയെന്ന് അർജുൻ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് വീണ്ടും ശാലിനി പറയുകയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അർജുനേട്ടാ. കേസിന് പോയാൽ അച്ഛൻ പെൺമക്കളുടെ കല്യാണം മുടക്കുമത്രേ, അതും ഇന്നത്തെ കാലത്ത്. ഇത്രയും കാലം ഞാനിതൊക്കെ കേട്ടുനിന്നു. ഇനി എന്നെ കൊണ്ടിത് വയ്യ. അർജുനേട്ടൻ പേപ്പേഴ്സ് റെഡിയാക്കി വെച്ചു. നമ്മളിത് പ്രൊസീഡ് ചെയ്യുന്നു. ഇതുപോലത്തെ സെന്റിമെന്റ്സ് കൊണ്ടാണ് അമ്മ എന്നെ അടിയറവ് പറയിപ്പിച്ചിട്ടുള്ളത്. ഇനി ഞാൻ അതിന് വഴങ്ങില്ല. സമരവും പ്രതിഷേധവും ഒക്കെ എനിക്കും അറിയാം. ശാരദാമ്മയുടെ മകൾ തന്നെയാണ് ഈ ഞാനും. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ പത്രം വായിക്കുന്ന രമണൻ പിള്ളയാണ്. സ്വർണ്ണവില ഗ്രാമിന് 15 രൂപ കുറഞ്ഞു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 70 പൈസയും 90 പൈസയും കൂടി. ഇതൊക്കെ രാഘവൻ നായർക്ക് വായിച്ചു കേൾപ്പിക്കുകയാണ് രമണൻ പിള്ള. വാർത്തകളൊക്കെ ഇന്നലത്തെ തന്നെയാണ്, പുതിയതായിട്ടൊന്നും ഇല്ല. നമുക്കെന്നാ മുറിയിൽ പോയി കിടന്നാലോ എന്ന് ചോദിക്കുകയാണ് രമണൻ പിള്ള. രാഘവൻ നായർ പറയുകയാണ്, കുറച്ചു കഴിയട്ടെ പിള്ള, മോളെ വിളിക്ക്. അന്നേരം ചായയുമായി വരികയാണ് പ്രീതി. രമണൻ പിള്ള പറയുകയാണ്, വിളിക്കേണ്ട ആവശ്യമില്ല, ദാ ആളെത്തിയല്ലോ. ആ ചായ കുടിക്കെന്നും പറഞ്ഞ് ചായ രാഘവൻ നായരെ കുടിപ്പിക്കുകയാണ് പ്രീതി. പിള്ളെ, വിശേഷങ്ങൾ പറ മോളോട്. പറയാം, അർജുൻ വക്കീലുമായി സംസാരിക്കാൻ പറഞ്ഞേൽപ്പിച്ചു എന്നെ സത്യമ്മ.
ഞാൻ ആളെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ സത്യാമ്മയെ എവിടെ വെച്ച് എപ്പോൾ വേണമെങ്കിലും കണ്ട് സംസാരിക്കാൻ തയ്യാറാണ് വക്കീല്. അന്നേരം അവിടേക്ക് എത്തുകയാണ് സത്യഭാമ. ദേഷ്യഭാവത്തോടുകൂടി വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് സത്യഭാമ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.